സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാഡമി. ഇൻസെക്യൂരിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് സഞ്ജു സാംസണും അതുപോലെ തന്നെ വൈഭവ് സൂര്യവംശിക്കാണ്. 15 വയസ്സുകാരനെ ഈ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നേരിട്ട ഈ തിരിച്ചടി താൽക്കാലികമാണോ? ഇന്ത്യ ബൗൺസ് ബാക്ക് ചെയ്യുമോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. IPL പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഭുവനേശ്വർ കുമാറും രജത് പാട്ടീദാറും കൃണാൽ പാണ്ഡ്യ പോലുള്ള ആൾക്കാർ, മൊഹസിൻ ഖാനെ പോലുള്ള ആൾക്കാർ, സക്കീബ് ഹുസൈനെ പോലുള്ള ആൾക്കാർ അവരൊക്കെ ടീമിൽ ഉണ്ടാവേണ്ടതായിരുന്നു. 16 തവണയാണ് ഇന്ത്യൻ ബാറ്റർമാര് ഷോർട്ട് പിച്ച് പന്തുകളിൽ പുറത്തായിട്ടുള്ളത്. യുവരാജ് സിംഗ്, മുഹമ്മദ് കൈഫ്, അങ്ങനെ നല്ല ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ആരാണ് അങ്ങനെ ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഫീൽഡർ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ലോർഡ്സിലെ ആ ഗാലറിയിൽ ജേഴ്സി ഒരു വീശുന്ന ദൃശ്യങ്ങളൊന്നും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായത്തില്ല. സൂര്യകുമാർ ഇല്ലെങ്കിൽ സഞ്ജു ആയിരുന്നു ഈ ടീമിലെ ഏറ്റവും സീനിയർ എന്ന രീതിയിൽ, അറ്റ്ലീസ്റ്റ് വൈസ് ക്യാപ്റ്റൻ എന്ന രീതിയിലെങ്കിലും അർഹതയുള്ള ഒരു താരമായിരുന്നു. ഒരു മേഖലയിലും ഇമ്പാക്ട് ഉണ്ടാക്കാത്ത ഓൾറൗണ്ടർമാരെക്കാളും നല്ലത് കുറെ കൂടി ക്വാളിറ്റിയുള്ള ടെക്നിക്കലി ബ്രില്യൻ്റ് ആയ ബാറ്റർമാർ തന്നെയല്ലേ. അപ്പോൾ അവരെ പരിഗണിക്കണമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. ശ്രേയസ് ഈ ടീമുമായിട്ട് സിങ്ക് ആവുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഏകദിനത്തിലേക്ക് വരുമ്പോൾ അവിടെ വിരാട് കോഹ്ലിയുണ്ട്, രോഹിത്തിന്റെ പരിചയ സമ്പത്തെല്ലാം അവിടെ നമുക്ക് ഗുണം ചെയ്യും. ശുഭ്മാൻ ഗില്ലിന്റെ ഒരു രാജകീയമായ വരവിനായിരിക്കും ഇനി നമ്മൾ കാണാൻ പോവുക. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. എനിക്കൊപ്പം ജയേഷ് പൂക്കോട്ടൂരുണ്ട്, ഒപ്പം MSK ചേരുകയാണ്. ചർച്ച ചെയ്യാനുള്ള വിഷയം മറ്റൊന്നുമല്ല, ഏതാണ്ട് ഒരു 3-3.5 മാസമേ ആയിട്ടുള്ളൂ നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് അഭിമാനത്തോടുകൂടി കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞത്. ഏതാണ്ട് 2.5 മാസത്തോളം അത് തുടർച്ചയായി നമ്മൾ പറയുകയും ചെയ്യുകയുണ്ടായി. കാരണം അതിമികച്ച പ്രകടനങ്ങളിലൂടെ വീണ്ടും T20 ലോകകപ്പ് നേടുക, അത് നിലനിർത്തുന്ന ടീമായി മാറുക എന്നുള്ളതൊക്കെയായിരുന്നു ആ വലിയ കാര്യം. പക്ഷേ ആ പരമ്പരയ്ക്ക് ശേഷം സംഭവിക്കുന്നത് എന്താണ്? ഇന്ത്യ തുടർച്ചയായി 2 T20 പരമ്പരകൾ സമ്പൂർണ്ണമായി വാഷ് ഔട്ട് ചെയ്യപ്പെടുകയാണ്, വൈറ്റ് വാഷ് ചെയ്യപ്പെടുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നം ഉയർത്തുകയാണ് ഈ 2 പരമ്പര തോൽവികൾ. അത് രണ്ടും വിദേശത്താണ് എന്നതും ഏറ്റവും പ്രസക്തമാണ്. അയർലൻഡിനെതിരെ 2 മത്സരങ്ങൾ പരമ്പര തോറ്റു. ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ 4 തോൽവിയാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത്. എനിക്കിപ്പം MSKയിലേക്ക് തന്നെ വരാം. ഞാനേ ഈ കളി ഒന്ന് ആകത്തുകയെന്ന് പറയാം. 1ാമത്തെ മത്സരം ചെസ്റ്റർലിയിൽ മഴ മൂലം മത്സരം ഉപേക്ഷിച്ചു, ഇന്ത്യ രക്ഷപ്പെട്ടു. അങ്ങനെ തന്നെ പറയാനാണ് ആഗ്രഹം. 189 റൺസ് എടുക്കുമ്പോഴേക്കും 7 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. 2ാം മത്സരം മാഞ്ചസ്റ്ററിൽ ഇംഗ്ലണ്ട് 4 വിക്കറ്റ് നയിക്കുന്നു, ഇന്ത്യ 190 റൺസ് തന്നെയാണ് എടുത്തത്. 3ാം മത്സരം നോട്ടിംഗ്ഹാമിൽ ഇംഗ്ലണ്ട് 125 റൺസിന് ജയിക്കുന്നുണ്ട്, ഇന്ത്യ 76 റൺസിന് ആൾ ഔട്ട് ആവുന്നു എന്നുള്ളൊരു നാണക്കേട് അവിടെ സംഭവിക്കുന്നുണ്ട് ജയിച്ച്. 4ാം മത്സരം ബ്രിസ്റ്റൽ ഇംഗ്ലണ്ട് 9 വിക്കറ്റിന് ജയിക്കുന്നു. ശ്രേയസ് അയ്യരുടെ ഒരു ഒറ്റയാൾ പ്രകടനം അവിടെ കാണുന്നുണ്ട്, 80 റൺസ് എന്നുള്ളത് 49 പന്തുകളിൽ, പക്ഷേ രക്ഷിക്കുന്നില്ല ഇന്ത്യയെ. 5ാം മത്സരം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ നാണം കെടുത്തുന്നു. ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിര 250 മുകളിൽ റൺസ് സ്കോർ ചെയ്യുന്നു. ഇന്ത്യക്ക് 2 മറുപടി ഉണ്ട്. ഇഷാൻ കിഷൻ്റെ 56 ഉണ്ട്, തിലക് വർമ്മയുടെ 53 റൺസ് ഉണ്ട്. പക്ഷേ ഇംഗ്ലണ്ട് 56 റൺസിന് ജയിച്ചു കയറുന്നു. 4 മത്സരങ്ങൾ, അയർലൻഡിൽ 2 മത്സരങ്ങൾ തോക്കുന്നു, അവിടെ 4 മത്സരങ്ങൾ തോക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഇതൊരു ട്രാൻസിഷൻ പീരീഡ് എന്നുള്ള ആ വാചകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ, അതല്ല ഇന്ത്യ ഡീപ്പായിട്ട് തന്നെ ആഴത്തിൽ തന്നെ പരിശോധിക്കേണ്ട കാരണങ്ങൾ അവിടെ ഉണ്ട് എന്ന് തന്നെയല്ലേ യാഥാർത്ഥ്യം? തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെലക്ഷൻ തന്നെയാണ്. സെലക്ഷനും അത് മാത്രമല്ല ടീമിലെ പ്ലേയിങ് 11 ആളുകളെ സെലക്ട് ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു പ്രശ്നം വലിയ രീതിയിൽ തന്നെ ഭീകരമായിട്ട് തന്നെ അനുഭവിച്ച ഒരു 2 സീരീസുകളാണ് നമ്മൾ കഴിഞ്ഞത്. ഇപ്പോൾ വൈഭവ് സൂര്യവംശി അതൊരു യങ് സെൻസേഷനിലാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വൈഭവ് സൂര്യവംശി ഈ ടീമിൽ അയർലൻഡ് സീരീസിലുള്ള സമയത്ത് തന്നെ അത് വെച്ചിട്ടായിരുന്നു ചാനലുകളൊക്കെ മാർക്കറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ വൈഭവ് സൂര്യവംശി അവിടെ ഇറങ്ങും എന്ന രീതിയിലായിരുന്നു ചർച്ചകളുണ്ടായിരുന്നത്. പക്ഷേ ഇവർക്ക് ഇന്ത്യൻ ടീമിന് ഗൗതം ഗംഭീറിനും അതുപോലെ ശ്രേയസ് അയ്യർക്കും വൈഭവ് സൂര്യവംശിക്ക് ഒരു ഗ്രാൻഡ് അരങ്ങേറ്റം ഒരുക്കണമായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും അയർലാൻഡ് തന്നെ ചെയ്യാമായിരുന്നു. അല്ലാതെ ഇംഗ്ലണ്ട് പോലുള്ള ലോക ക്രിക്കറ്റിലെ ശക്തമായൊരു ടീമിനെതിരെ ഈ പയ്യനെ 15-കാരനായ ഈ പയ്യനെ അങ്ങ് കൊടുത്തിട്ട് ആ സമ്മർദ്ദങ്ങളുടെ മുൾമുനയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് സഞ്ജുവിനെ അത് 3 മത്സരങ്ങളുടെ ഫലമായിട്ട് ഈ സെലക്ഷൻ കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ഇൻസെക്യൂരിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് സഞ്ജു സാംസണും അതുപോലെ തന്നെ വൈഭവ് സൂര്യവംശിക്കാണ്. വൈഭവിനൊരു ലോങ് റൺ കൊടുക്കാനായിരുന്നു ഭാവമെങ്കിൽ തീർച്ചയായിട്ടും 5ാം T20യിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തണമായിരുന്നു. പക്ഷേ വൈഭവിന് 3 മത്സരങ്ങൾക്ക് ശേഷം വൈഭവിനെ പുറത്താക്കുന്നു. 3 മത്സരങ്ങളുടെ ഫോം ഔട്ടിന് ശേഷം
സഞ്ജുവിനെ പുറത്താക്കുന്നു. ഈ രണ്ട് കളിക്കാർക്കിടയിലും അതൊരു ഭീകരമായ ഇൻസെക്യൂരിറ്റിയും ഒരു നെറികേടും ഒക്കെയാണ് സെലക്ഷൻ കമ്മിറ്റി ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈഭവിനൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അരങ്ങേറ്റത്തിനുള്ള അവസരം കൃത്യമായിട്ടും അയർലൻഡിൽ കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അയർലൻഡ് ലോക ക്രിക്കറ്റിലെ വലിയ രാജ്യമോ ഒന്നുമല്ല. അപ്പോൾ അയർലൻഡിൽ അദ്ദേഹത്തെ കളിപ്പിക്കുന്നതിന് പകരം ഇംഗ്ലണ്ട് സീരീസിലേക്ക് കൊണ്ടുപോകുന്നു. അത് സഞ്ജുവിനെ പുറത്താക്കിയിട്ട് കൊണ്ടുവന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു പ്രശ്നം എന്നുള്ളതാണ്. ഈ 3 പേരെയും കളിപ്പിക്കാവുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അഭിഷേക് ശർമ്മയും വൈഭവും ഓപ്പണറായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജുവിന് 1 ഡൗൺ കളിക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു. നമ്മൾ സൗരവ് ഗാംഗുലി ഇതേപോലെ വീരേന്ദ്ര സെവാഗ് വന്നപ്പം സൗരവ് ഗാംഗുലി സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാലത്ത് അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ബാറ്റിംഗ് ജോഡികളാണ്. ഈ എത്രയോ റൺസുകൾ അവർ ജോഡികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീരേന്ദ്ര സെവാഗ് എന്ന ഒരു സെൻസേഷൻ വന്ന സമയത്ത് സെവാഗിനെ ഓപ്പണറായിട്ട് ഇറക്കിയിട്ട് സൗരവ് ഗാംഗുലി 1 ഡൗൺ പോസ്റ്റിലേക്ക് മാറിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇതേപോലെ ഇവിടെ സഞ്ജുവിനെ കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ തിലക് വർമ്മയെ എന്തിനാണ് ഇപ്പോഴും ടീമിൽ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ സഞ്ജുവിനെ കൂടി ഉൾപ്പെടുത്താനുള്ള എല്ലാ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടെ ആ ഒരു സെലക്ഷൻ്റെ അവിടെ തന്നെ ഇന്ത്യക്ക് പാളിയ ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. പിന്നെ ഉള്ളത് ഇന്ത്യയുടെ ബാറ്റർമാരൊന്നും ഫോമില്ല. അതായത് IPL ഫ്ലാറ്റ് പിച്ചുകളിൽ നിന്നും അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ബൗൺസി പിച്ചുകൾക്ക് മുന്നിൽ ജോഫ്ര ആർച്ചറിന് മുമ്പിൽ ടങ്ങിനൊക്കെ മുമ്പിൽ അവർ പതറുന്നൊരു കാഴ്ചയാണ്. ഷോർട്ട് ബോളുകളാണ് പലപ്പോഴും ഇന്ത്യൻ ടീമിന് കെണിയായിട്ട് നിന്നൊരു സിറ്റുവേഷൻ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അധികം ഒന്നും ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യം, കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇന്ത്യൻ ഫീൽഡിംഗ് എന്നുള്ളത് അതീവ ദയനീയമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം ഈ ഒരു കാലത്ത് നമുക്കറിയാം ഇന്ത്യൻ ഫീൽഡിങ്ങിൽ അക്രോബാറ്റിക് ഫീൽഡേഴ്സിൻ്റെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലിയിൽ തുടങ്ങി രവീന്ദ്ര ജഡേജയിലൂടെ മുന്നോട്ട് പോകുന്നു. ഈവൻ രോഹിത് ശർമ്മ പോലും അക്രോബാറ്റിക് ഫീൽഡറുടെ അദ്ദേഹത്തിൻ്റെ ശരീരം ഒക്കെ മാറ്റി നിർത്തിയാലും ആ രീതിയിൽ അദ്ദേഹം ഡൈവ് ചെയ്ത് ക്യാച്ച് എടുത്തുകൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയുള്ള ഫീൽഡേഴ്സ് ഇപ്പോൾ ആരാണുള്ളത് എന്നുള്ളതൊരു ചോദ്യ വിഷയമാണ്. നമുക്കറിയാം ഇന്ത്യൻ ഫീൽഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായിട്ടും ഇപ്പോൾ സുരേഷ് റൈന നല്ല ഫീൽഡറായിരുന്നു, യുവരാജ് സിംഗ്, മുഹമ്മദ് കൈഫ്, അങ്ങനെ നല്ല ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ആരാണ് അങ്ങനെ ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഫീൽഡർ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ ബോളൊന്ന് ഉയർന്ന് പൊന്തിയാൽ തന്നെ നമുക്കറിയാം അവിടെ എവിടെയെങ്കിലും ശിവൻ ദുബെ വന്നിട്ട് ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു നമുക്കറിയാം. അപ്പോൾ അല്ലെങ്കിൽ വേറെ ഈ ഇഷാൻ കിഷൻ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്ന പറയും. ഇഷാൻ കിഷനൊക്കെ ഒരു വിക്കറ്റ് കീപ്പറാണ്. എന്നിട്ടും കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും വിക്കറ്റ് കീപ്പറായി അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പക്ഷെ വിക്കറ്റ് കീപ്പറായിട്ടും ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്നു, ഒരു ഫീൽഡറായിട്ടും ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു ക്രൂഷ്യൽ ക്യാച്ച് ഹാരി ബ്രൂക്ക് 3 റൺസിലെത്തിയപ്പോൾ ശിവൻ ദൂപെ, അതായത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. ബോൾ ഉയർന്ന് പൊന്തുന്ന സമയത്ത് അത്രയും സമയമുള്ള സമയത്ത് പോലും ഇന്ത്യൻ ഫീൽഡേഴ്സിന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല ആ ബോൾ എവിടെ പോകുന്നു എന്നുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ക്യാച്ച് ഡ്രോപ്പ് ആയിരുന്നു അത് ഭീകരമായിട്ട് ഇന്ത്യയെ അലട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ സെലക്ഷൻ നമ്മളിപ്പോൾ IPL മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ആളുകളൊന്നും അല്ല ഇപ്പോൾ ഇന്ത്യൻ ടീമിലുള്ളത്. IPL പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഭുവനേശ്വർ കുമാറും രജത് പട്ടീദാറും കൃണാൽ പാണ്ഡ്യയും, കഴിഞ്ഞ പ്രാവശ്യം ജയേഷ് പറഞ്ഞു, കൃണാൽ പാണ്ഡ്യയെ പോലുള്ള ആൾക്കാർ, മൊഹസിൻ ഖാനെ പോലുള്ള ആൾക്കാർ, സക്കീബ് ഹുസൈനെ പോലുള്ള ആൾക്കാർ, അവരൊക്കെ ടീമിൽ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ IPL കളിക്കാത്ത, IPL നിന്നും പരിക്ക് കാരണം വിട്ടുനിന്ന ഹർഷിത് റാണയാണ് ഈ ടീമിലേക്ക് വന്നത്. IPL സമയത്തും പരിക്കുകൾ അലട്ടിയിരുന്ന വരുൺ ചക്രവർത്തി അദ്ദേഹത്തിന്റെ സ്ഥാനം നിലനിർത്തപ്പെട്ടു. അതിന്റെ ഫലം എന്താണ്? ഇവർ പരിക്ക് കൃത്യമായി മാറുന്നതിന് മുമ്പേ ഹർഷിത് റാണ ഒരു 2-3 മാസത്തോളം വിശ്രമത്തിലായിരുന്ന ഹർഷിത് റാണ നേരെ ഒരു മത്സരം പോലും കളിക്കാതെയാണ് ഈ സീരീസിന് വന്നിരിക്കുന്നത്. അതിന്റെ ഫലം 3ാമത്തെ T20 മത്സരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പരിക്കേറ്റു, ഇപ്പോൾ പുറത്താണ്. പരിക്ക് മാറുന്നതിന് മുമ്പ് തന്നെ ഇവരെ ടീമിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം ഗൗതം ഗംഭീറിനോ മറ്റോ ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ വഴിയിൽ തന്നെ ഇവർക്ക് പരിക്ക് വന്നു. അവർ ഈ ടൂർണമെൻറ്റ് വരുൺ ചക്രവർത്തിയും പരിക്ക് കാരണം പുറത്തായിരിക്കുകയാണ്. അപ്പം അവർക്ക് പകരം വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. IPL നന്നായിട്ട് പന്തറിഞ്ഞ ഒരുപാട് സ്പിന്നേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ബോളേഴ്സ് ഉണ്ടായിരുന്നു. സെലക്ഷനിൽ തന്നെ അവിടെ പിഴവുണ്ടായിട്ടുണ്ട്. അതുപോലെ പ്ലേയിങ് ലെവലിലേക്ക് ആളെ ഉൾപ്പെടുത്തുമ്പോഴും ഈ ഇൻസെക്യൂരിറ്റിയും ഈ നീതികേടും നെറികേടും ഒക്കെ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. സൂര്യകുമാർ യാദവിൻ്റെ കാര്യം നമ്മൾ പിന്നെയും ചർച്ച ചെയ്തൊരു ക്ലീശയായി മാറിയിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല. എങ്കിൽ കൂടിയും ഈ സെലക്ഷൻ, ഈ ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവർ ചെയ്യുന്നത്, അതായത് ഒരാൾക്ക് പ്രഷർ, ഒരാളെ മാറ്റിയിട്ടാണ് വേറൊരാളെ എടുക്കുന്നത്. ആ മാറ്റിയാൽ റീപ്ലേസബിളിന് യോഗ്യനാണോ, അല്ലെങ്കിൽ മാറ്റപ്പെടാനുള്ള എന്തെങ്കിലും തെറ്റയാൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സെലക്ഷൻ, ഇങ്ങനെയുള്ള പ്ലേയിങ് ലെവലിനെ സെലക്ട് ചെയ്യുന്നത് ഈ 2 സീരീസിലും ഇന്ത്യക്ക് വലിയ അടിയായിട്ടുണ്ട്. 12 വർഷത്തിന് ശേഷമാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒരു പരമ്പര ഇന്ത്യ തോൽക്കുന്നത്. ഈ 12 വർഷത്തിനിടയിൽ 2 പ്രാവശ്യം ടെസ്റ്റ് മത്സരങ്ങൾ 2-2 എന്ന രീതിയിൽ നിന്നിരുന്നു. പക്ഷേ ഒരു സീരീസ് പോലും ഇന്ത്യ തോറ്റിരുന്നില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് ലോസാണ്. തുടർച്ചയായി 4 മത്സരങ്ങൾ തോൽക്കുക എന്നുള്ളത് അതിലും വലിയ ലോസാണ്. അതും ഏറ്റവും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ജയശേ,
ജയേഷിനേക്കാൾ ഉപരിയായിട്ട് ഒരു പക്ഷേ എനിക്കും MSK അത് കണക്ട് ചെയ്യാൻ കഴിയുമായിരിക്കും. ഏതാണ്ട് 90കളിൽ ഇന്ത്യ വിദേശത്തൊക്കെ പോകുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ, ജയേഷിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ ജയേഷിന് നല്ല പ്രായമുണ്ട്. ആയിക്കോട്ടെ, അത് പക്ഷേ ജയേഷ് സമ്മതിക്കാറില്ല. ജയേഷ് എപ്പോഴും കുട്ടിയാണെന്നാണ് ജയേഷ് പറയുന്നത്. അത് പോട്ടെ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ അതാ പോട്ടെ, എന്നെ സംബന്ധിച്ചാണെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ നമ്മൾ ഒരു പ്രതീക്ഷ അർപ്പിക്കത്തില്ല. ഇന്ത്യൻ ടീം വിദേശത്ത് പര്യടനത്തിന് പോവുകയാണെന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് വാഷ് ഔട്ട് ആയിട്ട് മടങ്ങി വരും എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ്. നമുക്ക് ഏറ്റവും ഉറപ്പുള്ളൊരു കാര്യം, ഇവിടെ എത്ര പരമ്പര കളിച്ചാലും എത്ര മത്സരം കളിച്ചാലും നമ്മൾ ജയിക്കും എന്നുള്ളതായിരുന്നു. ഹോം ഗ്രൗണ്ടിലെ പുലികൾ എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ അതിനൊക്കെ ഇടക്കാലത്ത് മാറ്റം വരുന്നിട്ടുണ്ട്. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഇന്ത്യയെ സംബന്ധിച്ച അങ്ങനെ വലിയ ബാലികാറാമലയായിട്ടുള്ള ഭൂമിയൊന്നും അല്ല. ഏറ്റവും ഒടുവിൽ 2018-ലും 2022-ലും ഇന്ത്യ ഇതേ ഇംഗ്ലണ്ടിൽ T20 മത്സര പരമ്പര ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. ഒന്ന് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിലായിരുന്നു, മറ്റൊന്ന് വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിലായിരുന്നു. അന്ന് അവരെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ആ ടീമിൽ കൃത്യമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. ആ ടീമിനെ സംബന്ധിച്ച് നയിക്കാൻ ഒരു കൃത്യമായിട്ടുള്ള ആളുണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ളൊരു കോച്ച് ഉണ്ടായിരുന്നു കാണും, അല്ലെങ്കിൽ അവർക്കൊരു ആശയം ഉണ്ടായിരുന്നു, ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു കാണും. ഇത് ഒന്നുമല്ല. ഇന്ത്യൻ ടീമിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ ടീമല്ല, BCCIയുടെ ടീമായി മാറിയിരിക്കുന്നതാണെങ്കിൽ നമുക്ക് കുറ്റപ്പെടുത്തൽ ആണോ സത്യമാണോ യാഥാർത്ഥ്യമാണോ തർക്ക വിഷയമാണ്. എങ്കിൽ പോലും നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്തേണ്ടി വരും. ടീം സെലക്ഷനിലെ പോരായ്മ കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിച്ചിട്ടുണ്ട്. രണ്ട്, നമ്മൾ എങ്ങനെയൊക്കെ ഒഴിവാക്കിയാലും നമ്മൾ കണക്ട് ചെയ്ത് സഞ്ജുവിലേക്ക് വരും തീർച്ചയായിട്ടും. ഇത്രത്തോളം ലോക ക്രിക്കറ്റിൽ സമ്മർദ്ദത്തിൽ എത്ര മികച്ച ഇന്നിങ്സ് കളിച്ചാലും ഇത്രയും സമ്മർദ്ദത്തിൽ അടുത്ത മത്സരത്തിന് ഇറങ്ങേണ്ടി വരുന്ന ഒരു താരം ലോക ക്രിക്കറ്റിൽ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. വൈഭവ് സൂര്യവംശി 3 മത്സരങ്ങളിൽ പരീക്ഷിച്ച് അദ്ദേഹത്തെ ഒഴിവാക്കുമ്പോൾ പകരമെത്തുന്നത് അദ്ദേഹം തന്നെയാണ്, സഞ്ജു തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റുന്നില്ല. അതായത് 14 പന്തിൽ 27 റൺസ് എടുക്കുന്നത് അതൊരു പ്രഖ്യാപനമാണ്. എൻ്റെ കളി രീതി ഇതാണ്, ഞാൻ തോൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സേഫ് ഇന്നിങ്സ് കളിച്ചൊരു 50 എടുത്താൽ, തിലക് വർമ്മയെ പോലെയോ ഓപ്പൺ കിഷാനെ പോലെ ഒരു 50 എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്ഥാനം ഉറപ്പിക്കാമെന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിനില്ല. അത് ഒരു പക്ഷേ അതുകൊണ്ടുകൂടിയായിരിക്കും. 2 കാര്യങ്ങളാണ്. വൈഭവ് സൂര്യവംശി സഞ്ജുവിന് പകരക്കാരനായിരുന്നോ ഈ ഘട്ടത്തിൽ? 2, സഞ്ജുവിനോട് എന്നെങ്കിലും ഈ സെലക്ടർമാരും ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെൻറ്റും കോച്ചും ഒക്കെ നീതി കാട്ടും? ഇനി കാണിക്കില്ല. കാരണം 2015-ലാണ് സഞ്ജു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്നത്. 11 വർഷം കഴിഞ്ഞു. സഞ്ജു അരങ്ങേറിയ സമയത്ത് കളിച്ച ഒരു താരം പോലും, ആ ടീമിലുണ്ടായിരുന്ന ഒരു താരം പോലും ഇപ്പോൾ ഇല്ല. എല്ലാവരും, ഒരുപാട് പ്ലേയേഴ്സ് റിട്ടയറായി, ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പോൾ ടീമിൻ്റെ ഭാഗമല്ല. എന്നിട്ട് പോലും സഞ്ജുവിന് ബാക്കിയുള്ളവർക്ക് വേണ്ടി സ്ഥാനം മാറിക്കൊടുക്കേണ്ട സാഹചര്യം, അത് തുടർച്ചയായിട്ടുള്ള ഫോം ഔട്ടുകളുടെ പേരിലാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. ഇഞ്ചുറി അടക്കമുള്ള മറ്റ് കൺസേൺ ഉണ്ടെങ്കിലും ഓക്കെ, അതും നമുക്ക് മനസ്സിലാക്കാം. ഇത് ചരിത്രത്തിലില്ലാത്ത, നമ്മൾ എത്രയോ പറഞ്ഞ് MSK പറഞ്ഞ പോലെ ക്ലീഷയാണ്, എന്നാൽ പോലും ചരിത്രത്തിലില്ലാത്ത വിധം ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് ഒരു രാജ്യത്തിന് ലോകകപ്പ് സമ്മാനിച്ചു, അതും സ്വന്തം നാട്ടിൽ നടന്ന ലോകകപ്പ് സമ്മാനിച്ചുകൊണ്ട് ആ വിധം ഹീറോയിസ്റ്റിക് പെർഫോമൻസ് നടത്തിയ ഒരാളെ 3 മത്സരത്തിന് ശേഷം വേൾഡ് കപ്പ് മാച്ചിന് ശേഷം പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എടുത്ത ശേഷം 3 മത്സരത്തിന്റെ പേരിൽ മാറ്റി നിർത്തുക എന്ന് പറയുന്നത്, അതിൽ തന്നെ 2 അയർലൻഡിൽ അത്ര വലിയൊരു കാര്യമായിട്ട് കണ്ടിട്ടില്ല ആ സീരീസ് എന്നുള്ളത് സത്യം തന്നെയാണ്. ആ ഒരു 3 മത്സരത്തിന്റെ പുറത്ത് മാറ്റി നിർത്തുക എന്ന് പറയുന്നതിനേക്കാളും വലിയ നീതികേടില്ല. സഞ്ജുവിന്റെ കരിയറിൽ ഉടനീളം ഇത്തരത്തിലുള്ള ആശങ്കകളുണ്ട്. സഞ്ജു അപ്പോൾ ഏകദിന ലോകകപ്പുകളുടെ സമയത്ത് സഞ്ജുവിനെ സ്ഥിരമായിട്ട് T20യുടെ ഭാഗമാക്കും, T20യുടെ സമയത്ത് കൃത്യമായിട്ട് ഏകദിനത്തിന്റെ ഭാഗം. ഇപ്പോൾ T20യിൽ നിന്ന് കൃത്യമായിട്ട് ഏകദിനത്തിൽ ഇനിയിപ്പോൾ അധികം പരിഗണിക്കാൻ സാധ്യതയില്ല, കാരണം ഏകദിന ലോകകപ്പ് അടുത്ത വർഷം വരാൻ പോകുന്നുണ്ട്. സഞ്ജു അവസാനം കളിച്ച ഏകദിനത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ചാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. അതിനുശേഷം സഞ്ജു പിന്നീട് ഏകദിനം കളിച്ചിട്ടില്ല എന്നുള്ളൊരു, അതും സൗത്ത് ആഫ്രിക്കയിലാണ്, അതിനുശേഷം കളിച്ചിട്ടില്ല എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വസ്തു കൂടി നമുക്ക് മുന്നിലുണ്ട്. സഞ്ജുവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞെട്ടിക്കുന്നതല്ല, അത് ഹാപ്പനിങ് ആണ്, സംഭവിച്ചുകൊണ്ടേയിരിക്കും. സഞ്ജു എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 3 മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവസാന T20യിൽ സഞ്ജുവിന് അവസരം ലഭിച്ചു. അതിൽ സഞ്ജു ഒരു ക്വിക്ക് 24 അടിച്ച് സഞ്ജു വിക്കറ്റ് കളയാണ്. 27. അപ്പോൾ 27 അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സഞ്ജുവിന് ഇങ്ങനെയൊരു ആശയം, ഇങ്ങനെയൊരു നിർദ്ദേശം BCCI കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നും നോക്കണ്ട, സ്വതസിദ്ധമായ ശൈലിയിൽ കളിച്ചോ എന്ന് മാനേജ്മെൻറ്റോ കോച്ചോ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. 2, ഞാനിപ്പോൾ എങ്ങനെ കളിച്ചിട്ടും കാര്യമില്ല, ഇനിയിപ്പോൾ മാക്സിമം റൺ അടിക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണോ സഞ്ജു കളിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ 2 കാര്യത്തിൽ ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ സൂര്യ ഉള്ള സമയത്ത് സഞ്ജുവിന് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്നു. ആ സമയത്തും പലപ്പോഴും സഞ്ജുവിനെ മാറ്റി നിർത്തിയിട്ടുള്ള കാര്യം ഓക്കെയാണ്. പക്ഷേ അത് സഞ്ജുവിനെ പറഞ്ഞിട്ടുണ്ട്, എത്ര മത്സരത്തിൽ നിന്ന് പുറത്തായാലും എൻ്റെ ടീമിൽ നീ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് ഗംഭീറും സൂര്യയും കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നീട് പലപ്പോഴും മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ക്രൂഷ്യൽ മാച്ച് ആയപ്പോഴും സഞ്ജുവിനെ വിളിച്ചിട്ടുമുണ്ട്.
ഈ ഒരു സാഹചര്യത്തിൽ എന്താണ്, അതായത് പ്ലെയേഴ്സിന് അവരുടെ റോൾ എന്താണെന്നുള്ള കാര്യം കൊടുക്കണം, ഫ്രീഡം കൊടുക്കണം. ഇപ്പോൾ രോഹിത്തും വിരാടും ഒക്കെ ഉള്ള സമയത്ത്, ഞാൻ സഞ്ജുവിൻ്റെ കാര്യമല്ല പറഞ്ഞു, ഞാൻ ടോട്ടൽ കാര്യമാണ് പറയുന്നത്, ഉള്ള സമയത്ത് ആ ക്യാപ്റ്റനോട് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. പ്ലെയേഴ്സിന് അവർക്കൊരു സ്വാതന്ത്ര്യവും അവർക്കൊരു കൃത്യമായിട്ടൊരു ലൈസൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒന്ന്, വൈഭവിൻ്റെ കാര്യത്തിലേക്ക്, ഒരു 15 വയസ്സുകാരനെ ഈ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അദ്ദേഹം നേരത്തെ MSK കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, ഒന്ന് വൈഭവിനെ വെച്ചുകൊണ്ട് മാത്രമാണ് അയർലൻഡ് സീരീസ് ഇപ്പോൾ ചാനൽ പാർട്ണർ ആയാലും അല്ലാതെയും മാർക്കറ്റ് ചെയ്തത്. രണ്ടാമത്തെ മത്സരം നടക്കുമ്പോൾ അവിടെ പ്രത്യേകമായൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി, ടിക്കറ്റ് എക്സീഡ് ആയതുകൊണ്ട് കൂടുതൽ ഡിമാൻഡുകൾ വന്നതുകൊണ്ട് ആരാധകർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായൊരു സ്റ്റാൻഡ് അവിടെ 6000 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി എന്ന് പറയുന്നതിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുള്ളിങ് എബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അതിന് മുമ്പ് പറഞ്ഞോട്ടെ, ഇന്ത്യ ടീമുകളുടെ പരമ്പര പോലും ടെലികാസ്റ്റ് ചെയ്ത് വൈഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിൽ കളിപ്പിച്ചില്ല. ശരിക്കും ഒരു സോഫ്റ്റ് ലാൻഡിങ് അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. അയർലൻഡിനെതിരെ ഒന്ന് കളിച്ചുകൊണ്ട് പിന്നീട് ഒരു കോൺഫിഡൻസ് വരും. ഏകദേശം അതേ പിച്ച് തന്നെയാണ്, അതേ കണ്ടീഷൻ തന്നെയാണ് ഇംഗ്ലണ്ടിലും ഉള്ളതെന്നുള്ള കാര്യം. പക്ഷേ ബോളർമാരുടെ ക്വാളിറ്റി കുറേ കൂടി ഉയർന്നതാണ് അവിടെ ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ. ഇംഗ്ലണ്ട് സീരീസിൽ 3 മത്സരം അദ്ദേഹം പരാജയപ്പെടുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കറക്റ്റായിരുന്നു. എല്ലാ മത്സരത്തിലും 2 6 അടിക്കുന്നുണ്ട്. പക്ഷേ അപ്പുറത്ത് ആർച്ചർ പറഞ്ഞ പോലെ തന്നെ 10 പന്തിൽ കൂടുതൽ വൈഭവനെ ഞങ്ങൾ നിർത്തില്ല എന്ന് പറഞ്ഞ് വൈഭവനെ നിർത്തിയിട്ടുമില്ല. അവസാന മത്സരത്തിൽ വൈഭവനെ മാറ്റുന്നു. എന്തായാലും സഞ്ജുവിനെ പിന്നീട് മാറ്റി നിർത്തി. സഞ്ജുവിനെ ഇനിയിപ്പോൾ മാച്ച് ഒരു പർട്ടിക്കുലർ മാച്ച് കളിപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം അതിനുശേഷം വരാൻ പോകുന്ന സീരീസിൽ സഞ്ജുവില്ല, സിംബാബ്വെ സീരീസിൽ സഞ്ജുവില്ല. അപ്പോൾ സഞ്ജുവിനെ ഇപ്പോൾ ഇതിൽ കളിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കളിപ്പിച്ചാലായിരുന്നു പ്രശ്നം. ഒരു പക്ഷേ സഞ്ജു തിളങ്ങിയിരുന്നെങ്കിൽ പിന്നീട് അവിടെ ഒരു പൊളിച്ചെടുത്ത് അല്ലെങ്കിൽ കൂടുതൽ വിമർശനങ്ങൾ വരുമായിരുന്നു. വൈഭവിനെ ആ മത്സരം കൂടി കളിപ്പിക്കണമായിരുന്നു. അവസാന മത്സരം വൈഭവിനെ കളിപ്പിക്കാതിരുന്നപ്പോൾ വൈഭവിനെ കാണിക്കുന്നുണ്ട്. അതായത് ടോസ് സമയത്തൊക്കെ സഞ്ജുവില്ല എന്ന് പറയുമ്പോൾ വൈഭവിനെ കാണിക്കുമ്പോൾ ഭയങ്കര നിരാശ കലർന്ന വൈഭവിന്റെ മുഖം, ഓൾറെഡി കുട്ടിത്തം ഉള്ള കുട്ടിയാണല്ലോ, കുട്ടിത്തമുള്ള മുഖം, അതിലൊരു വിഷമം കൃത്യമായിട്ട് കാണുന്നുണ്ട്. സുനിൽ ഗവാസ്കർ പിന്നീട് പറയുന്നുണ്ട്, വൈഭവുമായിട്ട് നേരത്തെ തലേന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുഖം ഈ വിധം ടെൻഷൻ ആവില്ല. ഒരു 15-കാരനെ ഈ വിധമല്ല ട്രീറ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗ്രേം സ്വാൻ, ഇംഗ്ലണ്ടിന്റെ താരം, അദ്ദേഹം കമന്ററിക്കിടയിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം അതായത് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കയറി വരാനുള്ളൊരു മെൻ്റൽ പവറിനൊരു ഏജ് വേണമല്ലോ. ഇത് ചിലപ്പോൾ ഒരു 3-4 മാസം ചിലപ്പോൾ വൈഭവിനെ ഇത് ബാക്കൗട്ട് ചെയ്തേക്കാം എന്നൊരു കാര്യം ഗ്രേം സ്വാൻ പറയുന്നുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നമ്മൾ ഓരോ പ്ലേയേഴ്സിനെയും ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സഞ്ജുവിനെ ഇപ്പോൾ 10-11 വർഷമായിട്ട് വളരെ മോശം രീതിയിലാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇനിയും സഞ്ജുവിന് ഏജ് ആയെന്ന് പറയാം. ഇനി നമ്മൾ വൈഭവിനെങ്കിലും ഈ വിധം, അതായത് ഞെക്കിപ്പഴുപ്പിക്കാതെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പാകദേവത്തുന്നവരെ നമ്മൾ സമയം കൊടുത്ത് കൃത്യമായ അവസരങ്ങൾ, അതായത് 15 വയസ്സിൽ അദ്ദേഹത്തിന് ടീമിനെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി സ്ഥിരമായിട്ട് അദ്ദേഹത്തെ കളിപ്പിച്ചുകൊണ്ട് കൃത്യമായ അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതൊരു 3 മാച്ച് കളിപ്പിക്കുന്നു, ഇതിൽ ശരിയായില്ല, എന്നാൽ വൈഭവ് വരട്ടെ, സഞ്ജു വരട്ടെ എന്നുള്ള രീതിയിൽ സഞ്ജുവിനെ കളിപ്പിക്കുന്നു. അപ്പോൾ വൈഭവിന് കൃത്യമായ സമയം നമ്മൾ കൊടുക്കണം. അതൊരു റയൽ ടാലൻ്റാണ്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടുന്ന ഒരു ടാലൻ്റ് അല്ല. മാത്രമല്ല അദ്ദേഹം അടിച്ച 2 സിക്സറുകൾ നല്ല ക്വാളിറ്റിയുള്ള സിക്സറുകളാണ്. അപ്പോൾ ഈ ഫ്ലാറ്റ് പിച്ചിൽ മാത്രമേ കളിക്കൂ എന്നുള്ള രീതിയിലാണ് നല്ല പോകേണ്ടത്. പിന്നെ മൊത്തത്തിൽ ഇന്ത്യയുടെ ബാറ്റർമാരെ, ഇന്ത്യൻ താരങ്ങളെ ആകെ കൃത്യമായ ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് ഇംഗ്ലണ്ട് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ സീരീസിൽ മാത്രം, അതായത് 4 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത് ഇംഗ്ലണ്ടിൽ. ആ 4-ൽ 16 തവണയാണ് ഇന്ത്യൻ ബാറ്റർമാർ ഷോർട്ട് പിച്ച് പന്തുകളിൽ പുറത്തായിട്ടുള്ളത്. അപ്പോൾ ഏത് രീതിയിൽ ഇന്ത്യയെ പുറത്താക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഉണ്ടായത്. ഒന്ന്, സേന കൺട്രീസിൽ കളിക്കുമ്പോൾ കുറെ കൂടി ക്വാളിറ്റിയുള്ള ബാറ്റർമാർ വേണം, ബ്രില്യൻ്റ് ആയിട്ടുള്ള താരങ്ങളുണ്ടോ. ഇപ്പോൾ നിലവിലിപ്പോൾ ഇന്ത്യൻ ടീം നോക്കുമ്പോൾ ശ്രേയസ് ഒരു പരിധി വരെ അതിലൊക്കെയാണ്. അപ്പോൾ ടീമിലില്ലാത്ത, ഞാൻ ഗില്ലിന് വേണ്ടി വാദിക്കുന്നല്ല, പക്ഷേ ഗില്ല് ഒരു പരിധി വരെ, അതായത് ഈ വിധം നാണം കെട്ട് തോൽക്കില്ലായിരുന്നു. ഗില്ലിൻ്റെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ആശങ്കകളുണ്ട്. ഗില്ല്, KL രാഹുൽ, യശസ്വി ജയ്സ്വാൾ നമ്മളെന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ ടെക്നിക്കലി കുറെ കൂടി സൗണ്ടഡ് ആയിട്ടുള്ള ബാറ്റർമാർ വേണം എന്നുള്ള കാര്യത്തിൽ, അതിൽ ഏത് രീതിയിൽ നമ്മൾ എടുക്കണം. ഇപ്പോൾ ഒരുപാട് ഓൾറൗണ്ടർമാരെ കുത്തിനിറയ്ക്കുന്നു. അത് അവർ ബൗളിങ്ങിലോ ബാറ്റിങ്ങിലോ അടക്കമുള്ള താരങ്ങൾ ഫീൽഡിങ്ങിലോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു മേഖലയിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ഓൾറൗണ്ടർമാരെക്കാളും നല്ലത് കുറെ കൂടി ക്വാളിറ്റിയുള്ള ടെക്നിക്കലി ബ്രില്യൻ്റ് ആയ ബാറ്റർമാർ തന്നെയല്ലേ. അപ്പോൾ അവരെ പരിഗണിക്കണമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെയുണ്ട്. MSK, ഇതേ നമ്മൾ ആദ്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ ഇംഗ്ലണ്ട് എന്നത് ഇന്ത്യക്ക് അപരിചിതമായിട്ടുള്ള ഒരു നാട്, വീടോ സ്ഥലമോ ഒന്നുമല്ല.
ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വിജയങ്ങൾ കുറിച്ചിട്ടുള്ള മണ്ണുകൂടിയാണ് നമ്മുടെ ആദ്യത്തെ ലോക കിരീട നേട്ടം. കപിലിൻ്റെ ചെകുത്താന്മാർ, രാവിലെ പറഞ്ഞ ആ ചെകുത്താൻ ഞാൻ ഒന്ന് ആവർത്തിക്കുകയാണ്. കപിലിൻ്റെ ചെകുത്താന്മാർ ഇന്ത്യക്ക് അഡ്രസ്സ് ഉണ്ടാക്കി തന്ന ക്രിക്കറ്റിലേക്ക് ഇന്ത്യ വലിച്ചിട്ട ടൂർണമെൻറ്റ് അത് അദ്ദേഹം നേടുന്നു. അതിനുശേഷം നാറ്റ്വെസ്റ്റ് ട്രോഫി നടക്കുന്നുണ്ട്. അവിടെ സൗരവ് ഗാംഗുലിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം വിഖ്യാതമായിട്ടുള്ള ലോർഡ്സിലെ ആ ഗാലറിയിൽ ജേഴ്സി ഒരു വീശുന്ന ദൃശ്യങ്ങളൊന്നും ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായത്തില്ല. അതിനുശേഷം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെയുള്ള 2 പരമ്പര നേട്ടങ്ങൾ, രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമായിരുന്നു ക്യാപ്റ്റന്മാർ. ഇതിനൊക്കെ മുമ്പ് ടെസ്റ്റ് ക്രിക്കറ്റിൽ കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ അവിടെ പരമ്പര നേടിയിട്ടുണ്ട്. ലീഡ്സിലും ലോർഡ്സിലും ഇന്ത്യ ടെസ്റ്റ് ജയിച്ചിട്ടുണ്ട് 86-ൽ. അതിനു മുമ്പ് അജിത് വടേക്കറുടെ നേതൃത്വത്തിൽ ഇന്ത്യ ചരിത്രപരമായിട്ട് അവിടെ ടെസ്റ്റ് വിജയം നേടിയിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ ഇന്ത്യ കളിച്ച് ജയിക്കുക എന്നുള്ളത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല, വെല്ലുവിളിയുള്ള കാര്യവും ഒന്നുമല്ല. പക്ഷേ ഈ വിജയങ്ങളെല്ലാം നിർണായകമായ ഒരു സ്ഥാനമുണ്ട്. ക്യാപ്റ്റൻ എന്ന് പറയുന്നൊരു നിർണായക ഘടകമാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുക. അജിത് വടേക്കർ ഇന്ത്യയുടെ മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ്. കപിൽ ദേവ് പറയേണ്ട കാര്യമില്ല, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, സൗരവ് ഗാംഗുലി. പിന്നെ ധോണിയുടെ നേതൃത്വത്തിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫി വിജയം കൂടി നമ്മൾ എടുത്തു പറയണം, അതും ഇംഗ്ലണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് അവിടെ കൃത്യമായിട്ടുള്ള അപരിചിതമായ കൃത്യമായിട്ട് വിജയിക്കാൻ കഴിയുന്ന ഭൂമികയാണ്. നേരെ മറിച്ച് ഇന്ത്യയുടെ ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ നോക്കൂ. ശ്രേയസ് അയ്യർ എന്നൊരു ക്യാപ്റ്റന് കീഴിൽ ഇന്ത്യ അരങ്ങേറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ 2 പരമ്പരകൾ വലിയ നഷ്ടമാണ്. തുടർച്ചയായിട്ട് 7 മത്സരങ്ങളോളം തോക്കുന്ന ഒരു നായകൻ എന്ന് പറയുമ്പോൾ തന്നെ അത് അദ്ദേഹം കഠിനമായിട്ടുള്ള സമ്മർദ്ദത്തിലാണ്. അങ്ങനെ ഒരു നായകൻ ഇന്ത്യൻ ടീമിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായിട്ട് ഈ പരമ്പരകൾ മുന്നോട്ട് വെക്കുന്നൊരു കാര്യം. അതൊരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം ലോകകപ്പ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ മാറിയതിനു ശേഷം ശ്രേയസ് അയ്യർ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇന്ത്യൻ ടീമിലെ ഇല്ലാത്തൊരു മനുഷ്യനാണ്. ശ്രേയസ് അയ്യർ IPL-ലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസുകളുടെ ബലത്തിലാണ്, ക്യാപ്റ്റൻസിയുടെ ബലത്തിലാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത്. ഭാഷയിൽ പറഞ്ഞാൽ കെട്ടിയിറക്കിയ ക്യാപ്റ്റനാണ്. തീർച്ചയായിട്ടും ഞാനത് ഇപ്പോഴും ആവർത്തിക്കുന്നു. കാരണം കെട്ടിയിറക്കിയ ക്യാപ്റ്റൻ തന്നെയാണ്. ആക്ച്വലി മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ലോകകപ്പിന് ശേഷം ഒരുപക്ഷെ സൂര്യകുമാർ ഇല്ലെങ്കിൽ സഞ്ജു ആയിരുന്നു ഈ ടീമിലെ ഏറ്റവും സീനിയർ എന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് വൈസ് ക്യാപ്റ്റൻ എന്ന രീതിയിലെങ്കിലും അർഹതയുള്ള ഒരു താരമായിരുന്നു. പക്ഷെ സഞ്ജുവിന് ഒന്നും ചെയ്തില്ല. ശ്രേയസ് അയ്യരെ എവിടെ നിന്നോ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ ക്യാപ്റ്റനാകുന്നു. പക്ഷെ ശ്രേയസ് അയ്യരുടെ കഴിഞ്ഞ 13 മത്സരങ്ങളിലും ഒരു മത്സരത്തിൽ പോലും ടീമിനെ വിജയിപ്പിക്കാൻ കഴിയാത്തൊരു നായകനാണ്. IPL-ലെയും അതുപോലെ ഇന്ത്യൻ ടീമിലെയും അവസ്ഥ നോക്കുമ്പോൾ ഒരു മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശ്രേയസ് അയ്യർ എന്ന ക്യാപ്റ്റനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ശ്രേയസ് തന്നെ 2 തവണ ടീമിനെ ഫൈനലിൽ എത്തിച്ചിട്ടുണ്ട്. അല്ല, ക്യാപ്റ്റൻസി എന്നുള്ളത് നമുക്ക് പിന്നെ അതായത് ഈ ശ്രേയസ് ഈ ടീമുമായിട്ട് സിങ്ക് ആവുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം ഇന്നലത്തെ ടോസിന്റെ സമയത്ത് ശ്രേയസിന്റെ ചില പ്രസ്താവനകളൊക്കെ നോക്കുമ്പോൾ കൃത്യമായിട്ടും അദ്ദേഹം ഈ ടീമുമായിട്ട് ഒട്ടും സിങ്ക് ആവുന്നില്ല എന്നുള്ള സമ്മർദ്ദം ഉണ്ടാവും. ശ്രേയസിന് പറ്റിയ ആൾക്കാരുണ്ടോ ഈ ടീമിൽ എന്നുള്ളത് സംശയമാണ്. കാരണം നമുക്കറിയാം ഇതിനു മുമ്പുള്ള പിന്നെ ഈ ടെസ്റ്റ് പരമ്പരയിൽ പിന്നെ ഗില്ലും കുറെ ഗുജറാത്തുകാരും എന്നുള്ള ലൈനിൽ അല്ലെങ്കിൽ ആ ടീമിലെ ഗുജറാത്ത് ലയൺസ് 7 താരങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ശ്രേയസിന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ടീം ഈ ടീമിൽ ഉണ്ടോ എന്നുള്ളതൊരു സംശയമാണ്. എങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ, ആദ്യ മത്സരത്തിൽ തോറ്റപ്പോൾ രവി ബിഷ്ണോയുടെ ഒരു ഓവറിൽ അത്രയും റൺസ് പോയി, ഒരു കാരണവശാലും ശ്രേയസ് ആ പ്ലെയറെ കുറ്റപ്പെടുത്തരുതായിരുന്നു. ഈ പ്രസന്റേഷൻ സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ തോറ്റതിന്റെ കാരണങ്ങൾ, ആരുടെ ഓവറിലാണ് ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയതെന്ന്, അത് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കളിക്കാരൻ അവിടെ ബ്ലെയിം ചെയ്യാണ്. അതിനുശേഷം കഴിഞ്ഞ മത്സരത്തിന്റെ തൊട്ട് മുമ്പ് സഞ്ജു സാംസൺ ബാക്ക് ഇൻ ടീം എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ന്യായീകരണം നമ്മളൊക്കെ ടാക്ടിക്സിൽ പറഞ്ഞ അതേപോലത്തെ ഒരു ന്യായീകരണമാണ്. കാരണം ടീമിൽ 8 പേരെങ്കിലും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്, മുൻനിരയിൽ എല്ലാവരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡറായിട്ട് സഞ്ജു ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സഞ്ജു കൂടി ഉണ്ടെങ്കിൽ സഞ്ജു ഒരു ചാമ്പ്യൻ പ്ലെയർ ആണ്, സഞ്ജു അത്രയും ഇത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സഞ്ജുവിനെ വീണ്ടും ടീമിലേക്ക് എടുക്കുന്നു എന്നുള്ള ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതാണ് ന്യായീകരണമെങ്കിൽ ഇതിനു മുമ്പുള്ള മത്സരങ്ങളിലൊന്നും ഈ ബുദ്ധി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല? കാരണം ആ സമയത്തൊക്കെ 7 പേരും പിന്നെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോഴാണോ ബോധോദയം ഉണ്ടാകുന്നത്? ഈ തോറ്റു കഴിഞ്ഞിട്ടാണ്. കാരണം എപ്പോഴും എല്ലാവരും, അതായത് ക്രിക്കറ്റിലെ പ്രധാനപ്പെട്ട എല്ലാവരും പറയുന്ന ഹർഷ ബോഗ്ലെ അടക്കം അല്ലെങ്കിൽ ശ്രീകാന്തും സുനിൽ ഗവാസ്കറും അടക്കം പറയുന്നൊരു കാര്യമാണ്, എല്ലാവരും ലെഫ്റ്റ് ഹാൻഡേഴ്സിന് എന്തിനാണ് ഈ കുത്തി നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രേയസിന് ഈ ഇത്രയും മത്സരങ്ങൾ തോറ്റിട്ട് അവസാനത്തെ മത്സരത്തിലാണോ ഈ ബോധോദയം ഉണ്ടാകുന്നത്? ടീമിലെ 7 പേരും അങ്ങനെയാണെങ്കിൽ കൂടിയും ശ്രേയസ് അടുത്ത പരമ്പരയിൽ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത പരമ്പരയിൽ ഈ റൈറ്റ് ഹാൻഡറായ സഞ്ജുവിനെ ഒഴിവാക്കിയിട്ടാണ് സിംബാബ്വേയിലേക്ക് പോകുന്നത്. അപ്പോൾ അതേ തെറ്റ് പിന്നെയും അദ്ദേഹം അവിടെ ആവർത്തിക്കാൻ പോവുകയാണോ എന്നുള്ള ചോദ്യവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ശ്രേയസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിയിറക്കപ്പെട്ട ക്യാപ്റ്റൻ എന്ന രീതിയിൽ തന്നെയാണ്. ഒരിക്കലും ആ ടീമായിട്ട് സിങ്ക് ആവുന്നില്ല. അദ്ദേഹം പേഴ്സണലി 1-2 50 ഒക്കെ എടുത്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും പാളുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ മിസ്സായൊരു കാര്യം, സൗരവ് ഗാംഗുലി അദ്ദേഹത്തിന്റെയും അതുപോലെ ദ്രാവിഡിന്റെയും അരങ്ങേറ്റവും ഇവിടെയായിരുന്നു. അപ്പം അരങ്ങേറ്റ ടെസ്റ്റിൽ സെഞ്ചുറി അടിക്കുന്ന ഇന്ത്യക്കാരനായിരുന്നു സൗരവ്
ഗാംഗുലി രാഹുൽ ദ്രാവിഡിന് 5 റൺസ് നഷ്ടമായി. 95 റൺസ് എടുത്തു. അപ്പോൾ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് അങ്ങനെ ഒരു ഇംഗ്ലണ്ട് സീരീസ് എപ്പോഴും ഇന്ത്യക്ക്, ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരങ്ങളും ഇന്ത്യക്ക് ഇതേപോലെ എപ്പോഴും നിർണായകമാണ്. ഇപ്പം ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു അസറുദ്ദീൻ തുടർച്ചയായി 3 സെഞ്ചുറികൾ അടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ടെസ്റ്റ് അരങ്ങേറ്റം, അന്താരാഷ്ട്ര അരങ്ങേറ്റം തുടങ്ങിയത്. സൗരവ് ഗാംഗുലി അത് നഷ്ടമായി. 3ാമത്തെ ടെസ്റ്റിൽ അദ്ദേഹത്തിന് നഷ്ടമായി. സെഞ്ചുറി 3 സെഞ്ചുറി എടുത്തു, 4ാമത് നഷ്ടമായി. തുടർച്ചയായി 3 കിട്ടിയില്ലെന്ന് തോന്നുന്നു. എന്തോ അസറുദ്ദീന്റെ റെക്കോർഡിനൊപ്പം എത്തിയിട്ടില്ല. യുവരാജും ജയിപ്പിച്ചൊരു കളി ട്രോഫി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൗരവ് ഗാംഗുലി ആ സമയത്ത് ടീമിലേക്ക് വന്നതും വളരെ രസകരമായ വാർത്തകളുടെ അകമ്പടിയായിരുന്നു. കാരണം ആ സമയത്ത് ആദ്യം അദ്ദേഹം വന്നിട്ട് ചാൻസ് അദ്ദേഹത്തിന് കിട്ടിയില്ല, വാട്ടർ ബോയ് ആയി നിൽക്കേണ്ടി വന്നു. 96 ഇതേപോലെ വന്ന സമയത്ത് അദ്ദേഹത്തിന് അവസരം കിട്ടാനുള്ള കാരണം ആ സമയത്ത് ഓപ്പണർ നവജോത് സിംഗ് സിദ്ധുവും ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീനും തമ്മിലുള്ള സംഘർഷഭരിതമായ നിമിഷങ്ങളായിരുന്നു. അതായത് അസറുദ്ദീനും ഒരുപാട് തെറി സിദ്ധുവിനെ വിളിക്കുന്നു, സിദ്ധു അങ്ങോട്ട് വിളിക്കുന്നു. മൊത്തത്തിൽ ആ പരമ്പരക്കിടെ ടീമിന്ന് ഞാൻ ഇനി കളിക്കുന്നില്ല, ഈ ക്യാപ്റ്റന്റെ കയ്യിൽ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് സിദ്ധു മടങ്ങിയ ഒഴിവിലാണ് സൗരവ് ഗാംഗുലി ടീമിലേക്ക് അവസരം ലഭിക്കുന്നത്. അപ്പം ഇംഗ്ലണ്ട് പരമ്പര എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് എപ്പോഴും ഒരു ആവേശമുള്ളൊരു സമയമായിരുന്നു. പക്ഷേ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഈ ടൂർണമെന്റ് തൊട്ട് മുമ്പ് ഇംഗ്ലണ്ട് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയം, ഈ 4-0 അവർ ജയിച്ചു എന്ന് പറയുമ്പോൾ അവർക്കൊരു മൃതസഞ്ജീവനിയാണ്. കാരണം ഇതിന് തൊട്ട് മുമ്പുള്ള സീരീസിലാണ് ബെൻ സ്റ്റോക്സ് എന്നുള്ള അവരുടെ ക്യാപ്റ്റൻ റിട്ടയർ ചെയ്തത്. ബെൻ സ്റ്റോക്സ് അങ്ങനെ റിട്ടയർ ചെയ്യുന്നൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ബെൻ സ്റ്റോക്സിൽ ഇനിയും ബാസ്ബോൾ ഇനി എത്ര കാലം എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഹാരി ബ്രൂക്ക് ക്യാപ്റ്റൻ ആകുമ്പോൾ ബ്രണ്ടൻ മക്കുലത്തിനെ തന്നെ കോച്ചായിട്ട് നിലനിർത്തുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നാസർ ഹുസൈനും മൈക്കൽ വോണൊക്കെ മുൻ ക്യാപ്റ്റന്മാരൊക്കെ ലിറ്ററലി അവർ പരസ്യമായിട്ട് തന്നെ ഇവരുടെ കോച്ചിനെതിരെ ബ്രണ്ടൻ മക്കുലത്തിനെതിരെ അദ്ദേഹത്തെ പുറത്താക്കണം എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ടെസ്റ്റ് കോച്ചായിരുന്നു കുറേ കാലം. പക്ഷേ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ഈ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലേക്കും കോച്ചായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ബ്രൂക്ക് ബാസ് കൂട്ടുകെട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള ചർച്ചകളുണ്ട്. ബെൻ സ്റ്റോക്സ് വിരമിച്ച ആ ഒരു രീതിയിലുള്ള ചർച്ചകളുണ്ട്. പിന്നെ ജോസ് ബട്ട്ലർ എന്ന അവരുടെ വെറ്ററൻ താരം കഴിഞ്ഞ കുറേ കാലമായിട്ട് അദ്ദേഹം ഫോമിലേക്കേ എത്തിയിട്ടില്ല. IPL ഫോമിലായിരുന്നില്ല, അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ഫോമിലായിരുന്നില്ല. അപ്പം അദ്ദേഹത്തെ പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇന്ത്യക്കെതിരെ കഴിഞ്ഞ ദിവസം ഈ T20 മത്സരത്തിലെ ഏറ്റവും മികച്ച സെഞ്ചുറികളിൽ ഒന്ന് എടുത്തുകൊണ്ട് ജോസ് ബട്ട്ലർ ഫോമിലേക്ക് തിരിച്ചെത്തിയത്. കാരണം ഈ ഒരു മത്സരത്തെ സംബന്ധിച്ചിടത്തോളം 17 സിക്സറുകളാണ് ഇംഗ്ലണ്ട് ബാറ്റേഴ്സ് ഇന്ത്യക്കെതിരെ അടിച്ചിരിക്കുന്നത്. പിന്നെ മാത്രമല്ല 17 സിക്സ് എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ടീം ഇന്ത്യക്കെതിരെ അടിക്കുന്ന ഏറ്റവും കൂടുതലുള്ള 2ാമത്തെ സിക്സറാണ്. 2016 വെസ്റ്റ് ഇൻഡീസ് ഇതേപോലെ 21 സിക്സ് ഇന്ത്യക്കെതിരെ അടിച്ചിരുന്നു. ഇന്നലെ ഇതേപോലെ തന്നെ ഇംഗ്ലണ്ട് ബാറ്റർമാർ 17 സിക്സ് അടിച്ചു. അതിനൊപ്പം തന്നെ 5 ഓവറുകളിൽ ഇന്ത്യൻ ബോളർമാരുടെ 5 ഓവറുകളിൽ 20+ റൺസ് നേടുകയുണ്ടായി. 3 പേർ 20+ സ്കോർ റൺസ് വഴങ്ങിയിട്ടുണ്ടാകും. പക്ഷേ 5 പേര് വഴങ്ങിയെന്ന് പറയുമ്പോൾ വലിയൊരു നാണക്കേണ്ട റെക്കോർഡാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശ്രേയസ് അയ്യർ എന്ന ക്യാപ്റ്റൻ വലിയൊരു പരാജയമായി മാറി നിൽക്കുകയാണ്, പരാജയമായി ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ എത്ര കാലം നിലനിർത്തും എന്നുള്ളൊരു ചർച്ചാ വിഷയമാണ്. മേ ബി ശുഭ്മാൻ ഗില്ലിന്റെ ഒരു രാജകീയമായ വരവിനായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുക. എല്ലാ സാധ്യതയും അതിലേക്കാണ് ഞാൻ വന്നത്. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എനിക്ക് മറക്കാൻ പാടില്ലാത്ത ഒരു ക്യാപ്റ്റൻ കൂടിയുണ്ട് ഇന്ത്യക്ക്, രാഹുൽ ദ്രാവിഡ്. 2007 ടെസ്റ്റ് പരമ്പര നേട്ടം, റൺബ്രിഡ്ജ് ടെസ്റ്റിൽ ഇന്ത്യ ജയിക്കുമ്പോൾ ആ ജയത്തോടു കൂടി പരമ്പര നേടുകയാണ്. അതിൽ നയിച്ചത് അദ്ദേഹമാണ്, രാഹുൽ ദ്രാവിഡാണ് എന്നുള്ളതാണ് ഒരു കാര്യം. അദ്ദേഹത്തെ മറന്നു പോകാൻ പാടില്ല. ഇംഗ്ലണ്ടിലെ നേട്ടങ്ങൾ പ്രത്യേകിച്ച് പറയുന്നൊരു ഘട്ടത്തിൽ. ഇനിയിപ്പം ശുഭാങ്കിൻ്റെ കാര്യം, ശുഭാങ്കിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെതിരായ ഇനിയിപ്പോൾ ഉള്ള ഇന്ത്യയുടെ അടുത്ത വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഏകദിന പരമ്പരയാണ്. 2020 മത്സരം അവസാനിച്ചിരിക്കുന്നു. ആ ടീമിൽ ശുഭ്മാൻ ഗില്ലുണ്ട്. അദ്ദേഹം ക്യാപ്റ്റനായിട്ട് തിരിച്ചു വരുന്നു. രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഒരു ടീമിലേക്ക് കാര്യങ്ങൾ വരുന്നു. മുതിർന്ന താരങ്ങളുണ്ട്. ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റനായിട്ട് നിലനിൽക്കുന്നു. രാഹുൽ, ഇഷാൻ അടക്കമുള്ള താരങ്ങളുണ്ട്. അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, ശിവൻ ദുബെ, കുൽദീപ് യാദവ്, രവി ബിഷ്ണു, എങ്ങനെയാണ് ബുംറയും ഒക്കെ തിരിച്ചു വരുന്നതായിട്ടാണ് ആ ടീം കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നേരിട്ട ഈ തിരിച്ചടി താൽക്കാലികമാണോ? ഇന്ത്യ ബൗൺസ് ബാക്ക് ചെയ്യുമോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം വൈറ്റ് ബോൾ ക്രിക്കറ്റിനെ സംബന്ധിച്ച്. എന്നാണ് പ്രതീക്ഷ? അത് പറഞ്ഞവെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഏകദിനത്തിൽ തിരിച്ചു വരും. ഒന്ന്, നിലവിലുള്ള T20 സ്ക്വാഡിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൻ തകർച്ച വന്നു കഴിഞ്ഞാൽ അത് രക്ഷപ്പെടുത്താൻ ഒരു പ്ലെയറില്ല എന്നുള്ളതാണ്. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു വിരാട് കോഹ്ലിയുണ്ട്. അത്തരത്തിൽ വർഷങ്ങളായിട്ട് ഇന്ത്യ വിശ്വസിക്കുന്ന ഓപ്പണർമാർക്ക് ധൈര്യത്തോടെ കളിച്ചാലും പുറകിൽ ഇന്ന പ്ലെയർ ഉണ്ടല്ലോ എന്നൊരു ധൈര്യം കുറേ നാളായിട്ട് T20 നമുക്ക് കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ലിമിറ്റഡിലേക്ക് വരുമ്പോൾ, അവിടെ ഏകദിനത്തിലേക്ക് വരുമ്പോൾ അവിടെ വിരാട് കോഹ്ലിയുണ്ട്. രോഹിത്തിൻ്റെ പരിചയസമ്പത്തെല്ലാം അവിടെ നമുക്ക് ഗുണം ചെയ്യും. ഒപ്പം ബോളിങ്ങിൽ ഇന്ത്യ വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇന്ത്യയുടെ ഗോഡ് ബോളറായ ബുംറ തിരിച്ചു വരുന്നു എന്നുള്ളത് ഇന്ത്യക്ക് വലിയ പോസിറ്റീവാണ്. എന്തായാലും ഇനി 3 ഏകദിന മത്സരങ്ങളാണ് ഈ സീരീസിലുള്ളത്. അതിൽ ഏകദിന പരമ്പര ഇന്ത്യ പിടിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിനെ ആയാലും വരാൻ പോകുന്ന
ഏകദിന ലോകകപ്പിലുള്ളൊരു തയ്യാറെടുപ്പ് തുടങ്ങുന്നൊരു പരമ്പര കൂടിയാണിത്. അപ്പോൾ അതിൽ ഗംഭീരമായി തന്നെ തുടങ്ങാനുള്ള എല്ലാ ഇതുണ്ട്. മാത്രമല്ല ഈ ഒരു നാണം കെട്ട തോൽവി, 6 മത്സരങ്ങളിലെ നാണം കെട്ട തോൽവിയിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി വലിയ രീതിയിലുള്ളൊരു പ്രയത്നം എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും ചെയ്യും. ഇനി ഇന്ത്യ T20 കളിക്കാൻ പോകുന്ന സിംബാബ്വേലാണ്. തീർച്ചയായിട്ടും അത് ഇന്ത്യ ജയിക്കുമെന്ന് തന്നെയാണ്. അതിലൂടെ T20യിലും തിരിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. നേപ്പാളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു വിജയത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരിക്കും. ശ്രീലങ്ക പര്യടനം ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ്. വെസ്റ്റ് ഇൻഡീസിന് ഇന്ത്യൻ പര്യടനം 3 ഏകദിനങ്ങളും 5 T20 ഉണ്ട്. അവിടെയും ഒരു T20, പക്ഷേ ഇന്ത്യൻ മണ്ണിലേക്ക് T20 തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യക്ക് ഈ വർഷം ഏറ്റവും വലിയ വെല്ലുവിളി നേടാൻ പോകുന്നൊരു പരമ്പര വർഷാവസാനമുണ്ട്. ന്യൂസിലൻഡിലേക്ക് ഇന്ത്യ ഒരു സമ്പൂർണ്ണ പരമ്പരയ്ക്ക് വേണ്ടി വർഷങ്ങൾക്ക് ശേഷം പോവുകയാണ്. അതായത് 5 T20 മത്സരങ്ങൾ, 5 ഏകദിന മത്സരങ്ങൾ, ടെസ്റ്റ് പരമ്പരയുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് പാക്കേജിലേക്കാണ് പോകുന്നത്. ഈ കംപ്ലീറ്റ് ഡിസാസ്റ്ററിന് ശേഷം ഇന്ത്യൻ ടീം ഉയർത്തെഴുന്നേൽക്കുമോ എന്നുള്ളത് ഈ വർഷാവസാനം തന്നെ നമുക്കൊരു ദൃശ്യം കിട്ടും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഈ അടുത്ത മത്സരങ്ങളിലേക്ക് കിട്ടും. ശ്രേയസ് അയ്യർ കഴിഞ്ഞ ദിവസം തോറ്റപ്പോൾ ഇതൊരു ട്രാൻസിഷൻ ഫേസ് ആണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കോമഡി. കാരണം ട്രാൻസിഷൻ ഫേസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ കളി തുടങ്ങിയ ആൾക്കാരായിരിക്കണം. പക്ഷേ ഈ സഞ്ജു സാംസൺ 2014 മുതലേ തുടങ്ങിയിട്ടുണ്ട്. അക്സർ പട്ടേൽ 2015 മുതലേ കളിച്ചു തുടങ്ങിയിരുന്ന ആളാണ്. അതുപോലെ ശ്രേയസ് അയ്യർ 2017 മുതലുണ്ട്. വാഷിംഗ്ടൺ സുന്ദർ 2017 മുതലുണ്ട്. ഇവരൊക്കെ ടീമിലുണ്ട്. പ്രതീക്ഷിക്കാവുന്ന ഒരു ട്രാൻസിഷൻ ഫേസ് ചിലപ്പോൾ ഒരുപക്ഷെ സൂര്യവംശി എന്നായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായിരിക്കും അദ്ദേഹം 15, 13, 14 റൺസാണ് ഈ 3 പരമ്പര തോന്നിയത്. അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് അനാവശ്യമായ സമ്മർദ്ദത്തിൽ കൊണ്ടുവന്ന് ചാടിച്ചു എന്ന് മാത്രമാണ് ഇപ്പോൾ പരമ്പര കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തതോടുകൂടി അദ്ദേഹത്തിന് ആത്മവിശ്വാസത്തിന് എന്തെങ്കിലും തകരാറുണ്ടായോ എന്നതുകൂടി ആയിരിക്കും അടുത്ത പരമ്പര ഒരുപക്ഷെ ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുക. എന്തായാലും വൈഭവ് സൂര്യവംശിയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും അതിശക്തമായിട്ട് ഈ നാണക്കേടിൽ നിന്ന് കരകയറട്ടെ. അതിന് കഴിയും തന്നെ എന്നാണ് നമ്മൾ പ്രതീക്ഷ. ഈ പറഞ്ഞതുപോലെ രോഹിതും വിരാടും ഒക്കെ ബുംറയൊക്കെ തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മറുപടി നൽകുമെന്ന് തന്നെയുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. വീണ്ടും മറ്റൊരു വിഷയമായി അടുത്ത ദിവസം.